സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു കൂട്ടം ജനത നമ്മുടെ കൂട്ടത്തിലുള്ളതായിട്ടും പിന്നെ അതിനെപ്പറ്റി എന്താണ് നമ്മുടെ സർക്കാരിൻ്റെ സൈഡിൽ നിന്നുള്ള ഇടപെടലുകൾ എന്താണെന്നും അത് ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടതാണ്. അതിൽ കുറച്ച് ആളുകൾ അടങ്ങുന്ന ഒരു സംവാദം 24 ന്യൂസിൽ കാണാനിടയുണ്ടായി. നമ്മുടെ രാഹുൽ ഈശ്വർ ഉണ്ട്, അതേപോലെ തന്നെ റിട്ടയർഡ് SP നമ്മുടെ ജോർജ് ജോസഫ് സാർ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സംവാദമാണ് ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. SFI എന്ന് പറയുന്ന ഒരു സംഘടനയാണ് കുട്ടികളെ കൂടുതലും വഴിതെറ്റിക്കുന്നത് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ശരിയാണോ? അദ്ദേഹം പറഞ്ഞ നിലപാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ SFI എന്ന് പറയുന്ന ഒരു സംഘടന വെറും സംഘടനയാണ്. സത്യമായിട്ടുള്ള കാര്യമല്ലേ? SFI എന്ന് പറയുന്ന സംഘടന എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്? അത് കലാലയമായിക്കോട്ടെ, സ്കൂളായിക്കോട്ടെ, പഠന കാലയളവിൽ അല്ലെങ്കിൽ പഠന കാലഘട്ടങ്ങളിൽ അവരുടെ ഒപ്പം, അതായത് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ ആ സ്കൂളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിലേക്ക് ഉൾക്കൊള്ളിക്കുകയും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് SFI, വിദ്യാർത്ഥി സംഘടനയാണ്. ഇതിന്റെ ഒരു മുദ്രാവാക്യം എന്നൊക്കെ പറയുന്നത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നാണ് SFIയുടെ മുദ്രാവാക്യം. ഈ ഒരു മുദ്രാവാക്യവും വെച്ചിട്ട് ഇവർ തള്ളി തള്ളി കുറേ ആയി പോകാൻ തുടങ്ങി. ഞാൻ ഒരു പാർട്ടിയെയും അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്നിട്ട് ഞാൻ പറയുന്നതല്ല. ഞാൻ SFI എന്ന പാർട്ടികളിലെ ഞാനും ഒരു പ്രവർത്തകൻ തന്നെയായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കോളേജുകളിലൊക്കെ അവർ നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പല കാര്യങ്ങളും അംഗീകരിക്കാത്ത, മാനേജ്മെന്റ് അംഗീകരിക്കാത്ത കാര്യങ്ങളും SFI എന്ന് പറയുന്ന സംഘടന കൂടെ നിൽക്കുന്ന സമയത്ത് അംഗീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും SFI സംഘടനയ്ക്കൊപ്പം പോലീസുകാരും കൂടെ നിന്നിട്ട് SFI സംഘടന അത് നേടിയെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് SFI സംഘടന വെറും ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞരിജനെ 5-6 തന്തയ്ക്ക് മുൻപ് ഉണ്ടായവന്മാർ, തന്തയും തള്ള ആരാണെന്ന് അറിയാത്തവന്മാർ കൊലപ്പെടുത്തുകയുണ്ടായി. അപ്പൊ ആ സമയത്ത് KSU അല്ലെങ്കിൽ MSF എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഘടനകൾ മുന്നിലേക്ക് വരികയും SFI എന്ന് പറയുന്ന, അതായത് വിദ്യാർത്ഥി സംഘടനയായ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസത്തിന് വേണ്ടിയിട്ട് വാതോരാതെ പ്രസംഗിക്കുന്ന കുറെ അവന്മാരുള്ള ഒരു സംഘടന SFI. ആ SFI എന്ന് പറയുന്ന സംഘടന അണ്ണാക്കിൽ പിരിയും വെട്ടി വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണാനിടയുണ്ടായത്. ആ വിദ്യാർത്ഥി എന്തുകൊണ്ടാണ് SFI ഈ രീതിയിൽ അവിടെ സംസാരിച്ചത്? കാരണം അവന്റെ അച്ഛൻ മുന്തിയിടത്തിലെ ഏതോ മറ്റവനായതുകൊണ്ടാണോ ഈ രീതിയിൽ അവർ സംസാരിച്ചത്? പിടിപാടുള്ളവന്റെ എന്തും താങ്ങി കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ തള്ളിക്കളയാൻ ആർക്കെങ്കിലും പറ്റുമോ? അതായത് പാർട്ടിക്കാരും അല്ലെങ്കിൽ അതുപോലെയുള്ള പണമുള്ളവനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ ചേർത്ത് നിർത്തുകയും ഒന്നുമില്ലാത്തവനെ അവനെ കുത്തുപാള എടുപ്പിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം റോബിൻ ബസിന്റെ ഒക്കെ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരാളോടൊരു ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പെണ്ണു വിഷയത്തിൽ അവനെ കൊടുക്കുക. ഇനി എന്തെങ്കിലും വിദ്വേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ച് എന്തെങ്കിലും കാരണവശാൽ അറസ്റ്റിലാക്കുക. വിദ്യാർത്ഥി, ഈ പറഞ്ഞ ഞാൻ ഈ ഷഹബാസിന്റെ കാര്യം ഞാൻ എടുത്തിടാനുള്ള കാര്യം, ഷഹബാസ് എന്ന് പറയുന്ന കുഞ്ഞിനെ മൃഗീയമായി അവന്മാർ കൊന്നപ്പോഴും SFI എന്ന് പറയുന്ന സംഘടനയുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരുന്നു. പിന്നെ അതിനുശേഷം പല കാര്യങ്ങൾ വരുമ്പോഴും അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ എന്തേ SFI ഉണർന്നില്ല? അവിടെ മാത്രം SFI വിദ്യാർത്ഥി സംഘടന എന്നുള്ള കാര്യം ഒരുപക്ഷെ മറന്നിട്ടുണ്ടാവണം. ഇനി ഷഹബാസ് വിദ്യാർത്ഥി അല്ലേ? അപ്പം സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടന്നാൽ പോരാ. മറ്റുള്ളവരുടെ സ്വൈര്യ ജീവിതം നശിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു യാത്രയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ട്രിവാൻഡ്രത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. റോഡ് തടസ്സപ്പെടുത്തി SFIയിലെ കുറെ അവന്മാർ കിടന്ന് നിഗളിക്കുന്നത്. ഇതൊക്കെ ചെയ്താൽ പോരാ. പ്രഹസനങ്ങൾ ഇങ്ങനെ ചെയ്താൽ പോരാ, പ്രവൃത്തിയുടെ വേണം. അതായത് ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടി ഈ പാർട്ടി എന്തിനു നിലകൊള്ളുന്നു എന്നുള്ളത് അവരെ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. എന്തെങ്കിലും കണ്ണാപ്പി കേസുകൾക്ക് പോയിട്ട് തല്ലുണ്ടാക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിലകൊള്ളാനും അല്ല SFI എന്ന് പറയുന്ന സംഘടനയുള്ളത്. ശരിക്കും പറഞ്ഞ SFI സംഘടന 2 വർഷം മുൻപ് അല്ലെങ്കിൽ 3 വർഷം മുൻപ് വരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ്. ഇപ്പൊ ഈ SFI എന്ന് പറയുന്ന സംഘടനയിൽ ഉള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, കണ്ണാപ്പി പിള്ളേര്, ഇച്ചിമുള്ളികൾ, നേരെ ചൊവ്വയിൽ നിന്ന് മുള്ളാൻ പോലും അറിയാത്ത വാണങ്ങൾ, 2K കിഡ്സ്, ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരുടെ ചിന്ത എന്തെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും സംരക്ഷിക്കാൻ കുറെ വാണങ്ങൾ കൂടെ കാണും. നേതാവെന്ന് പറഞ്ഞൊരു വാണം കൂടെ കാണും. ഇവന്മാർ സംരക്ഷിച്ചോളും, നമുക്ക് എന്ത് തന്തയില്ലായ്മയും ചെയ്യാൻ വാർത്തയിലാണ് SFI എന്ന് പറയുന്ന സംഘടന നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ ജോർജ് ജോസഫ് സാറിന്റെ ആ വാക്കുകളൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇന്നിപ്പോൾ കേരളത്തിലെ ഈ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വന്നിരിക്കുന്ന വാർത്തകളുടെ ഒരു 3/4 പങ്കും പലയിടങ്ങളിലായി നടന്നിരിക്കുന്ന ലഹരി വേട്ട, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലഹരിപ്പൊതി വിഴുങ്ങി ഒരാൾ മരിച്ച സംഭവം, എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവം, ഇങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട ധാരാളം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ജോർജ് ജോസഫ് സാർ, നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങൾ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നാണെങ്കിലും കർണാടകത്തിൽ നിന്നാണെങ്കിലും ഗോവയിൽ നിന്നാണെങ്കിലും ഇതെല്ലാം ഈ ലഹരി വസ്തുക്കളൊക്കെ വന്ന് ഡംപ് ചെയ്ത് കിടക്കുന്നത് കേരളത്താണ്. ഇപ്പോൾ കോടിക്കണക്കിന് വരുന്ന പാൻപരാഗ് അല്ലെങ്കിൽ ഈ അത്തരം വസ്തുക്കളൊക്കെ കണ്ടെത്തിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം കേരളത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ വ്യാപനം, ഇതിന്റെ വ്യാപാരം, ഇതിലെ കണ്ണികളാക്കപ്പെടുന്ന ആളുകൾ, ഇതൊക്കെ വളരെ അനായാസം
ഇത് വളരെ സുലഭമായി ഈ വസ്തുക്കൾ കിട്ടുന്ന തരത്തിലേക്ക്, അനായാസം ഇതിന്റെ വ്യാപനം സാധ്യമാകുന്ന തരത്തിൽ അത്രത്തോളം നിഷ്ക്രിയമാണോ ഇതൊക്കെ പരിശോധിക്കാനുള്ള നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ? ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോൾ അവരുടെ കണ്ണ് വെട്ടിച്ചാണല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ലഹരിയെ തുടച്ചു നീക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രതിരോധ ശ്രമങ്ങളൊക്കെ പാഴ് ശ്രമങ്ങളല്ലേ? എങ്ങനെയാണ് അതൊക്കെ വിജയം കാണാൻ പോകുന്നത് ഉറച്ചൊരു സംവിധാനം നമുക്കില്ലെങ്കിൽ? ഉറച്ച സംവിധാനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ അത് ഫലപ്രദമാകുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഇവിടുത്തെ 2 തലമുറ നശിച്ചു കഴിഞ്ഞു. അത് ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ അംഗീകരിക്കുന്നില്ല. ഇതിൻ്റെ ബേസ് സ്കൂളും കോളേജും തന്നെയാണ്. അവിടെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന ഒരു തലമുറ, അത് ഈ തലമുറയല്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ അപ്പന്മാരും ആ തലമുറ ഉൾപ്പെട്ടവരാണ്. അവരാണ് ഈ കേരളത്തിലെ ഇപ്പം എന്ന് പറയാൻ 2 തലമുറ 45 വയസ്സിനകത്തുള്ളവർ. അതാണ് ഞാൻ പറയുന്നത്. കാരണം ഇനി അത് ആ തലമുറ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർക്കൊന്നും അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസം ലഭിക്കാത്തവരാണ്. നല്ലതായിട്ട് ഭാഷ എഴുതാൻ അറിഞ്ഞുകൂടാ, അത് വായിക്കാനും അറിഞ്ഞുകൂടാ, മുദ്രാവാക്യം വിളിക്കാൻ എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇത് നശിപ്പിച്ചത്. കാരണം കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുന്നില്ല സ്കൂൾ കോളേജുകളിൽ. അവർക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തലമുറ 2 തലമുറയാണ്. ആദ്യത്തെ തലമുറക്കാരെല്ലാം മന്ത്രിമാരും MLA ഒക്കെ ആയി പോയി കഴിഞ്ഞു. രണ്ടാമത്തെ തലമുറയിൽപ്പെട്ടവർ അതിലപ്പുറം കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് രക്ഷപ്പെടുത്താൻ മാർഗങ്ങളില്ല. കാരണം പോലീസ് ശക്തമായിട്ടും അതുപോലെ എക്സൈസും അതിശക്തമായി നേരത്തെയൊക്കെ പിടിച്ചുകൊണ്ടിരുന്ന 10 കിലോ ആണെങ്കിൽ ഇപ്പോൾ 1000 കിലോയിലേ പിടിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ പോലീസും ഇവരും മാത്രം കൊണ്ട് നമുക്ക് ഇതിനൊരു പരിഹാരം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ 2 തലമുറയും നശിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തന്നെ ആ പൂക്കോട് നടന്നത് എന്താണ്? ഓരോ കോളേജിലും നമ്മൾ നോക്കിക്കോളൂ, കുട്ടികൾ എന്തുകൊണ്ടാണ് ഈ MDMA കഴിച്ചത്? അദ്ദേഹം ഒരു പേരൻറ്റ് പറഞ്ഞല്ലോ, ചില MDMA സിന്തറ്റിക് കഴിച്ചാൽ അത് കൊന്ന് പോകുന്ന ഒരു ചിന്തയാണ് വരുന്നത്. അതാണ് ഇത്രയും വലിയ. നമുക്ക് അഫാൻ്റെ കേസ് തന്നെ എടുത്തോളൂ. ഞാൻ അതിൽ നിന്ന് ഇപ്പോഴും പലരും പക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അത് കൊല്ലാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ് അവന് ഇപ്പോഴും ഉണ്ട്. അത് പോലീസ് കസ്റ്റഡിയിലായാലും ശരി, ജയിലിൽ കിടന്നാലും ആ ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് സൃഷ്ടിച്ചത് അത് ഡ്രഗ്സ് തന്നെയാണ് ഞാൻ പറയുന്നത്. ആ ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ് സ്വല്പം കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ അത് ബ്ലഡിൽ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ 2 തലമുറ നശിച്ചു പോയി. ഇനി 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ അത് പേരൻറ്റും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഒത്തൊരുമിച്ച് നിന്നാൽ അവരെ നമുക്ക് ആ തലമുറ വെളുപ്പം രക്ഷപ്പെടുത്തി എടുക്കാം. കാരണം ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഈ ഒരു സാധനം കിട്ടാനായിട്ട് അവർക്ക് അതിൻ്റെ ശൃംഖലകളുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കേരളത്തിൽ തന്നെയാണ് ആവശ്യമില്ല. 15 മിനിറ്റിനകം എവിടെ വേണേലും. ഇപ്പം മൂന്നാറിലുള്ള ഒരാൾക്ക് ഒരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വിളിച്ച് പറഞ്ഞാൽ അത് ശൃംഖല ആത്മം തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇവിടെ എത്തിച്ചിരിക്കും. അതാണ് 15 മിനിറ്റ് എന്നുള്ള സമയത്ത് നമുക്ക് കിട്ടും. പല 2 വീലേഴ്സും പല ഓട്ടോ ഡ്രൈവറും നമ്മൾ ഈ റോഡിൽ കൂടെ പോകുന്നവർ പലരും ഇതിൻ്റെ ഏജൻറ്റുകളാണ്. എവിടെ നിൽക്കുന്നു അവിടെ മെസ്സേജ് എത്തും. നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് കൈ കൊടുത്തിട്ട് പൈസയും വാങ്ങിച്ചിട്ട് അവരങ്ങ് പോവുകയാണ്. വിത്തിൻ സെക്കൻഡ് കൊണ്ട് നടക്കുകയാണ് കേരളത്തിൽ. കണ്ടില്ലേ, അദ്ദേഹം എത്ര വ്യക്തമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ശേഷം നമുക്കറിയാം പലയിടത്തും പല പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും അതിലേക്ക് ആവർത്തിക്കുന്നില്ല. അപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് രാഹുൽ ഈശ്വർ എന്താണ് മറുപടി പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ കേരളത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റെല്ലാം മാറ്റിവെച്ച് കേരളത്തിൽ അടിയന്തരമായി പരിഹാരം കാണേണ്ടുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലെ ലഹരി ഉപയോഗവും അതിന്റെ വ്യാപാരവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉയർന്നു വരികയാണ്. അവിടെയാണ് ഇതൊരു രാഷ്ട്രീയ വിഷയമായി നിയമസഭയിലും വന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അപ്പോൾ പറഞ്ഞത് ഈ ലഹരി മാഫിയകൾക്കെതിരെ ഒരു ജനകീയ പ്രതിരോധം സൃഷ്ടിക്കേണ്ട സമയമായിരിക്കും. അതായത് മതസംഘടനകൾ, സാമുദായിക നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ ഇവരെല്ലാവരും ചേർന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ കൂട്ടരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു ജനകീയ പ്രതിരോധത്തിന്റെ സമയമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ഒരു ചെറിയ കുറ്റപ്പെടുത്തൽ അതിനിടയിൽ നടത്തിയിട്ടുണ്ട്. ഈ ലഹരി മാഫിയകളെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ കേരളത്തിലെ സർക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെ സർക്കാർ അവർക്കൊരു രക്ഷാകർതൃത്വം നൽകുന്നു എന്ന ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ലഹരി മാഫിയകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒരു രക്ഷാകർതൃത്വം രാഷ്ട്രീയ പാർട്ടികൾ, ഉന്നതർ, അത് ഏത് സംവിധാനങ്ങളിലെയും അവർ ഇതിനോട് അരികു ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന ഒരു സംശയം താങ്കളെ പോലെ ഒരാൾക്കുണ്ടോ ശ്രീ രാഹുൽ ഈശ്വർ ഈ സാമൂഹിക പ്രശ്നങ്ങൾ നിരീക്ഷിക്കുമ്പോൾ? ശ്രീ ഗോപികൃഷ്ണൻ, 3 കാര്യങ്ങൾ. ഒന്ന്, 2016 5900 കേസുകളാണ് നമ്മുടെ കേരള പോലീസ് NDPS രജിസ്റ്റർ ചെയ്തത്. 6000 ഒന്ന് കൂട്ടാം. 2022 ആയപ്പോൾ അത് 26000 27000 കേസായി. 400% വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 4 ഇരട്ടിയോളം വർദ്ധിച്ചു. നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സ്റ്റഡിയിൽ 10നും 15നും, ഓർക്കുക 10നും 15നും ഇടയ്ക്ക് 5ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഇടയിലുള്ള കുട്ടികൾ 70%-ഓളം ഈ ഫസ്റ്റ് കൺസംഷൻ ഏജ് എന്ന് പറയുന്നത് ആ പ്രായത്തിലെയാണ് എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിൽ തന്നെ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും അപകടകരമായ അവസ്ഥയിലൊന്ന് നമ്മുടെ കേരളത്തിലാണെന്ന് വ്യത്യസ്ത കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അപകടകരമായ അവസ്ഥയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. 2, ഫ്ലവേഴ്സ് ന്യൂസ് 24നും അതോടൊപ്പം അവിടെ ശ്രീ ഗോപികൃഷ്ണനും അവിടെ എത്തിയിരിക്കുന്ന പിതാവിനും എത്ര നന്ദിയും പ്രണാമവും പറഞ്ഞാലും മതിയാവില്ല. അതേപോലത്തുള്ള പേരൻസ് കൂടുതലായി വരണം. അവരുടെ പ്രശ്നങ്ങളും അവരുടെ കുടുംബത്തിന് സംഭവിച്ചതും തുറന്നു പറയണം. കാര്യം ഈ യുദ്ധം നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ നിൽക്കണം. ഒരു കാര്യം ഓർക്കുക, എനിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയത്തോളം മറ്റൊരു അഭിപ്രായം കാണും. SFIയെ കുറിച്ച് SFIയുടെ ആശയപരമായി വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ SFIയും KSUവും ABVPയും MSFും എല്ലാം
നമ്മുടെ അഭിമാനങ്ങളാണ്. അവർ ഈ പോരാട്ടത്തിൽ നമ്മുടെ കൂടെ വേണം. യുവാക്കളെ യുവതികളെ മാറ്റി നിർത്തി നിങ്ങൾ മോശക്കാരാണ് ഞങ്ങൾ നല്ലതാണ് എന്ന ഹോളിയർ ദാൻ ദോ ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത്. ഞങ്ങളെല്ലാം ഭയങ്കര പ്രേം നസീറിന്റെ കാലത്തെ നന്മയുള്ളവരായിരുന്നു, നിങ്ങളെല്ലാം മറ്റേതാണ് എന്ന ആറ്റിറ്റ്യൂഡ് എടുത്താൽ നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ കൂടൊപ്പം നിൽക്കില്ല. ഞാൻ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ എന്ന ഗവൺമെന്റ് ബോഡിയുടെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിരുന്നു. ഞങ്ങൾ 421 കോളേജുകളിൽ 2 വർഷം കൊണ്ട് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ആ അനുഭവത്തിലൂടെ പറയുന്നത് പോലീസുകാരടക്കം ഒരുപാട് പേർ ഇതിന്റെ ഭാഗമായി അവയർനെസ് സെഷൻ വരുന്നുണ്ട്. ഇതിന് 2 സൈഡ് ഉണ്ട്. ഒന്ന് സപ്ലൈ സൈഡാണ്, 2 ഡിമാൻഡ് സൈഡാണ്. ഇതിലെ സപ്ലൈ സൈഡ് കട്ട് ചെയ്യാൻ ഗവൺമെന്റ് അടക്കം ഒരു മുൻകൈ എടുക്കണം. ഇതിന്റെ ഡിമാൻഡ് സൈഡിലാണ് നമുക്കൊക്കെ കൂടുതൽ വർക്ക് ചെയ്യാൻ കിട്ടുന്നത്. മുതുകാർ സാറിന്, ജോർജ് ജോസഫ് സാറിന്, അങ്ങേക്ക്, എനിക്ക് ഒക്കെ വർക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഈ ഡിമാൻഡ് സൈഡ് പരമാവധി കുറയ്ക്കുന്നത് നമ്മൾ അവയർനെസ്സിലൂടെ, ആന്റി ഡ്രഗ് പ്ലഡ്ജിലൂടെ, പേരന്റ് കണക്ട് ടു സ്കൂൾ ആൻഡ് കോളേജിലൂടെ, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ തന്റെ മകനെ പോലീസ് പിടിച്ചപ്പം പോലീസുകാർക്ക് നന്ദി പറയുന്ന ആറ്റിറ്റ്യൂഡിലൂടെയാണ്. കണ്ടില്ലേ, ഇത്രയും കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് സർക്കാർ ഇത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരവ് ഉണ്ടാവുകയുള്ളൂ. കാരണം ഈ പറയുന്ന ഇങ്ങനത്തെ ഗുണ്ടകളായിട്ട് വളർന്നു വരുന്ന ന്യൂജൻ പിള്ളേരുണ്ടല്ലോ, ഇവന്മാരിപ്പോൾ തല്ലാനും കൊല്ലാനും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇവന്മാരെ കൊണ്ട് പാർട്ടിക്ക് ആവശ്യമുണ്ട്. അതായത് പാർട്ടി പറയുന്ന എന്ത് പോക്കൃത്തരവും ചെയ്യാനായിട്ട് ഒരാൾ വേണ്ടേ? അപ്പം ഇപ്പൊ മുതിർന്ന ആളുകളെക്കാളും നല്ലത് ന്യൂ ബ്ലഡ് ആണ്. അപ്പൊ തിളയ്ക്കുന്ന ബ്ലഡ് ആണല്ലോ. അപ്പൊ അവരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം. നാളെ യുവമാരെ ഇതെല്ലാം ഒരു കറിവേപ്പിലയാണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. SFI എന്ന് പറയുന്ന സംഘടന ആയിക്കോട്ടെ, ഏത് സംഘടന ആയിക്കോട്ടെ, അതിൽ പിന്നിൽ നിൽക്കുന്ന എല്ലാ ആളുകളും വലിയ ഉയർന്ന നിലയിലേക്ക് എത്തുകയും അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ, അതായത് ഈ പറയുന്ന പിള്ളേരെ മുന്നിൽ നിർത്തുകയും ബാക്കിൽ ഈ പറയുന്ന നേതാക്കന്മാർ നിൽക്കും. തല്ല് മൊത്തം പിള്ളേർക്കും കിട്ടും. കുറേയൊക്കെ കഴിയുമ്പോഴത്തേന് ചവച്ചരച്ച് തുപ്പുന്ന സാധനമാണല്ലോ കറിവേപ്പില. അത് എന്താ പറയുക, കറിക്ക് രുചിക്ക് വേണ്ടിയിട്ട് അത് വേണം. പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ എടുത്ത് കളയും. അതാണല്ലോ അവസ്ഥ. എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന പിള്ളേരെ എല്ലാം ഈ പറയുന്ന അടിച്ച് ചോര നീരാക്കി പിള്ളേരെ കൊണ്ടൊക്കെ പണിക്കൊക്കെ പോകും. ശരിക്കും പറഞ്ഞാൽ സർക്കാരിന് ജയ് വിളിക്കാനും സർക്കാരിന്റെ കൊള്ളരുതായ്മയ്ക്കൊപ്പം കൂടെ നിൽക്കാനും സർക്കാർ പറയുന്ന എന്ത് ചെയ്യാനും തല്ലാനും കൊല്ലാനും നിൽക്കാൻ വേണ്ടിയിട്ട് വളർത്തിയെടുക്കുന്ന ഒരു കൂട്ടം ജനതയാണ് ഈ പറയുന്ന SFI എന്ന് പറയുന്ന സംഘടന ഉള്ളതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതിനകത്ത് ഇത് കണ്ടിട്ട് കുരു പൊട്ടുന്ന കുറെ SFIയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാൻ എല്ലാ പാർട്ടിയും തീർത്തും പറയുകയാണ്. SFI എന്ന് പറയുന്ന ഒരു പാർട്ടി ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. അപ്പോൾ ഏതൊരു പാർട്ടിക്കാരായിക്കോട്ടെ എല്ലാം ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണ്. ഒരുത്തരും നല്ലതെന്ന് പറയുന്നില്ല. SFI എന്ന് പറയുന്ന പാർട്ടി കുറച്ചുകൂടെ മുകളിലേക്ക് കയറി നിൽക്കുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. കാരണം പിന്തുണ കൊടുക്കുന്നുണ്ട് ഭരിക്കുന്ന സർക്കാരിന്റെ തന്നെ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള തന്തയിലായ്മ ഇവിടെ നടക്കുന്നത്. അപ്പം ഇത് കണ്ടിട്ട് കുരു പൊട്ടി ഇനി ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ വന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാവുന്നതേ ഉള്ളൂ.